നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 157 പേർ കൂടി പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായതായി തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ച് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. മെയ് 27-ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ചത്തെ വിവാഹ ബുക്കിംഗ് 200 കടന്നു. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും കൂടി. വാർത്തകൾ വിശദമായി. 157 പേർ കൂടി പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായതായി തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച 84 എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും 59 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 14 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എക്സൈസ് അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സൈസ് ഇൻസ്പെക്ടർമാർ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങിയ ബാച്ചാണിത്. ഏറ്റവും കൂടുതൽ വനിതകൾ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്നതും ഇപ്രാവശ്യമാണ്. 84 ഓഫീസർമാരിൽ 14 പേർ വനിതകളാണ്. അതിനു പുറമെയാണ് 14 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാർ. ആകെ 28 വനിതകൾ ഇന്ന് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായി മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എക്സൈസ് സേന വലിയ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത്രയും പേർ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്നത്. ആ വെല്ലുവിളികൾക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാനും ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാനും കേരള എക്സൈസ് സേനയ്ക്ക് കഴിയുന്നു എന്ന് എല്ലാവരും അംഗീകരിക്കുകയും കൂടി ചെയ്യുന്ന സന്ദർഭമാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു. എക്സൈസ് സേനയ്ക്ക് ഈ വെല്ലുവിളികളെ നേരിടാൻ കാര്യക്ഷമമായി നേതൃത്വം കൊടുത്ത എക്സൈസ് കമ്മീഷണർ ADGP മഹിപാൽ യാദവിനെ മന്ത്രി അഭിനന്ദിച്ചു. കമ്മീഷണർ എന്ന നിലയിൽ വലിയ വെല്ലുവിളികൾ നേരിട്ട കാലഘട്ടത്തിൽ എക്സൈസ് സേനയെ കാര്യക്ഷമമായി ശരിയായ വഴിയിൽ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. മയക്കുമരുന്നിന് എതിരായി ഒരു യുദ്ധം തന്നെ കേരളത്തിൽ ഇന്ന് എക്സൈസും പോലീസും സമൂഹമാകെയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കേരള എക്സൈസ് വഹിച്ചിട്ടുള്ള പങ്ക് വിലമതിക്കാനാവാത്തതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ വിശ്വാസം വൻതോതിൽ ആർജിക്കാൻ എക്സൈസിന് കഴിഞ്ഞ കാലം കൂടിയാണിത്. ആ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞതുകൊണ്ടുകൂടിയാണ് വലിയ തോതിലുള്ള മയക്കുമരുന്ന് വേട്ട കേരള എക്സൈസിന് നടത്താൻ കഴിഞ്ഞത്. ജനങ്ങൾ നേരിട്ട് വിശ്വാസത്തോടെ എക്സൈസിന് വിവരങ്ങൾ കൈമാറുന്നു. വിവരങ്ങൾ കൈമാറിയാൽ തങ്ങൾക്ക് അപകടം വരില്ല എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. വിവരം കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ നടപടിയുണ്ടാകും എന്ന ഉറപ്പും കൈവന്നിരിക്കുന്നു. അഭിമാനകരമായ സേവനമാണ് കേരള എക്സൈസ് സേന നിർവഹിക്കുന്നത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ സുരക്ഷിതരായി പ്രവർത്തിക്കാൻ ഈ സേനയ്ക്കാകട്ടെ എന്നും മന്ത്രി ആശംസിച്ചു. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ K പ്രദീപ് കുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. ജനപ്രതിനിധികൾ, മറ്റു വകുപ്പുകളിലെയും എക്സൈസ് വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായ യുവതീ യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ്. പരിശീലനം പൂർത്തിയാക്കിയവരിൽ 64 ബിരുദധാരികളും 29 ബിരുദാനന്തര ബിരുദധാരികളും 44 BTech ബിരുദധാരികളും 1 B.Ed ബിരുദധാരിയും 4 M.Tech ബിരുദധാരികളും 4 ഡിപ്ലോമ ബിരുദധാരികളും 1 MCA ബിരുദധാരിയും 1 BDS ബിരുദധാരിയും ഉൾപ്പെടുന്നു.
Best award for best out. ആ സേനയുടെ ഭാഗമായി നിങ്ങൾ പുതുതായി ചേരുമ്പോൾ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെടുത്ത പ്രതിജ്ഞ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കാൻ സമൂഹത്തോടും നാടിനോടുമുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മയക്കുമരുന്ന് വേട്ടയ്ക്കെതിരായി മയക്കുമരുന്നിനെതിരായി ഒരു യുദ്ധം തന്നെ കേരളത്തിൽ ഇന്ന് എക്സൈസും പോലീസും സമൂഹമാകെയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കേരള എക്സൈസ് വഹിച്ചിട്ടുള്ള പങ്ക് വിലമതിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നിന്റെ ഉറവിടമെല്ലാം പുറത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഉറവിടം തേടി ചെല്ലാൻ അണ്ടമാനിലും ഇന്ത്യയുടെ ഇതര പ്രദേശങ്ങളിലുമെല്ലാം ഉറവിടം തേടി ചെല്ലാൻ കേരള എക്സൈസിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ മയക്കുമരുന്ന് വേട്ടകൾ കേരള എക്സൈസ് ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം വൻതോതിൽ ആർജിക്കാൻ എക്സൈസിന് കഴിഞ്ഞ ഒരു കാലം കൂടിയാണ്. ആ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞതുകൊണ്ടുകൂടിയാണ് വലിയ തോതിലുള്ള മയക്കുമരുന്ന് വേട്ട എക്സൈസിന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ നേരിട്ട് എക്സൈസിന് വിശ്വാസത്തോടുകൂടി വിവരങ്ങൾ കൈമാറുന്നു. വിവരം കൈമാറിയാൽ തങ്ങൾക്ക് അപകടമില്ല എന്ന ഉറപ്പ് ജനങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. വിവരം കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ നടപടി ഉണ്ടാകും എന്നുറപ്പും കൈവന്നിരിക്കുന്നു. ഇപ്പോ വലിയ സേവനമാണ്, അഭിമാനകരമായ ഒരു സേവനമാണ് കേരള എക്സൈസ് സേന നിർവഹിക്കുന്നത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ സുശിക്ഷിതരായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദേഹാത്മാ. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ച് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സുരക്ഷാ ഭവൻ ഹാളിൽ നടന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ബി സോമൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നരേന്ദ്രൻ പ്രഭാഷണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി കെ വി ജിയൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ഗോപിനാഥ്, തൃശൂർ ജില്ലാ സെക്രട്ടറി പി ആർ ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ 80 വയസ്സ് തികഞ്ഞ പെൻഷനേഴ്സിനെ ആദരിച്ചു. അധ്വാനത്തിന്റെ ശിഷ്ടവാക്യാണ്. ഒരാളുടെയും ഔദാര്യം വേണ്ട എന്ന സുപ്രീം കോടതി വെർഡിക്റ്റിന് വിവിധങ്ങളായ രൂപത്തിൽ നാനാവിധത്തിൽ എങ്ങനെയൊക്കെ അമെന്റ്മെന്റിലൂടെ ഇതുപോലെയുള്ള യുദ്ധങ്ങൾക്കിടയിലൂടെ, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതല്ല, മാനുഫാക്ചറിംഗ് ചെയ്യുന്ന യുദ്ധം, ഈ കോണ്ടക്സ്റ്റിലല്ല ഞാൻ പറഞ്ഞത്. ജനങ്ങളെ ദ്രോഹിക്കാൻ, ആനുകൂല്യങ്ങൾ തടയാൻ, ഈ വിഭാഗങ്ങളുടെ എല്ലാവിധ പോരാട്ടങ്ങളെയും അടിച്ചമർത്താൻ വർഗീയത ഒരു ഉപാധിയാണ്. അതിനേക്കാളും നല്ല ചരക്കാണ് യുദ്ധം. അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ പണി പറ്റിക്കുക. റിയൽ ഫ്രീസിംഗ് ഇതിന്റെ ഇടയിൽ ചെയ്യാവുന്ന ഒരു സാധന. വിഷയം പറഞ്ഞത് എന്താണ് ചെയ്യാൻ, ഇതൊക്കെ ഇവർ ചെയ്യുന്നത് ഇവർ നടപ്പിലാക്കുന്ന നയത്തിന്റെ വൈകല്യത്തിന്റെ പ്രത്യാഘാതമായിട്ട് അതിജീവിക്കാൻ അവർക്ക് ദീർഘകല്ലില്ലാതാകുമ്പോ മെയ് 27 തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
പ്രതീക്ഷിക്കുന്നതുപോലെ മൺസൂൺ എത്തിയാൽ ഇത്തവണ നേരത്തെയാകും മഴ. 2009 ഇതിനു മുമ്പ് ഇത്ര നേരത്തെ മൺസൂൺ എത്തിയിട്ടുള്ളത്. സാധാരണയായി ജൂൺ 1 കേരളത്തിൽ മൺസൂൺ എത്താറ്. ജൂൺ 8 രാജ്യം മുഴുവനും മൺസൂൺ വ്യാപിക്കും. സെപ്റ്റംബർ 17 വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് മൺസൂൺ പിൻവാങ്ങുകയും ഒക്ടോബർ 15 അവസാനിക്കുകയും ചെയ്യും. 2025 ഏപ്രിലിൽ സാധാരണയുള്ളതിനേക്കാൾ മഴ പ്രവചിച്ചിരുന്നു. എന്നാൽ എൽനിനോ മൂലം സാധാരണയേക്കാൾ കുറഞ്ഞ മഴയാണ് ലഭിച്ചത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത. 96%-നും 104%-നും ഇടയിലുള്ള മഴ സാധാരണ മഴയായിട്ടാണ് കണക്കാക്കുന്നത്. 90%-നും 95%-നും ഇടയിൽ സാധാരണയേക്കാൾ താഴെയാണ് മഴ ലഭ്യത. 105%-നും 110%-നും ഇടയിൽ സാധാരണയേക്കാൾ കൂടുതലാണ് മഴ. 110%-ൽ കൂടുതലുള്ളത് അധിക മഴയായി കണക്കാക്കപ്പെടുന്നു. ചാലക്കുടി നാട്ടുകുന്നിൽ വൻ ലഹരിവേട്ട. വാഹന പരിശോധനയിൽ 500ഓളം ചാക്കുകളിലായി നിറച്ചിരുന്ന 3,62,750 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ലോറി ഡ്രൈവറായ മലപ്പുറം മഞ്ചേരി മേലാക്കം സ്വദേശി തറമണ്ണിൽ വീട്ടിൽ 41 വയസ്സുള്ള അബ്ദുൾ മനാഫ് എന്നയാളെ അറസ്റ്റ് ചെയ്തു. പുകയില ഉൽപ്പന്ന ശേഖരം കൊണ്ടുവന്ന ഐഷർ വാഹനവും കസ്റ്റഡിയിലെടുത്തു. ബിസ്ക്കറ്റ് പാക്കറ്റുകളോട് കൂടിയ ബോക്സുകൾക്കിടയിൽ പുകയില ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ചാക്കുകൾ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെടുത്തത്. ചാലക്കുടി മുതൽ കൊല്ലം വരെ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് പ്രസ്തുത പുകയില ഉൽപ്പന്ന ശേഖരം എന്നാണ് ലഭിച്ച വിവരം. ഉത്തരേന്ത്യയിൽ നിർമ്മിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ 10 രൂപ നിരക്കിൽ വാങ്ങി കേരളത്തിലെ 100 രൂപ മുതൽ മുകളിലേക്ക് വില ഈടാക്കിയാണ് വിൽപ്പന നടത്തുന്നത്. ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാർ, സബ് ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മണപ്പാട്ടിൽ, PM മൂസ, VO സിജോ, PM ഷിയാസ്, AU റെജി, MJ ബിനു, ഷിജോ തോമസ് എന്നിവരും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ അഡീഷണൽ SI ജെയ്സൺ ജോസഫ്, ASI GBP ബാലൻ, സീനിയർ CPO ആൻസൺ പൗലോസ്, CPO N പ്രദീപ് എന്നിവരും ചേർന്നാണ് വാഹന പരിശോധന നടത്തി നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2020 പാർട്ടിയുടെ കോർണൽ മീറ്റിംഗുകൾ പരിയാരം പഞ്ചായത്തിൽ ആരംഭിച്ചു. മെയ് 9 മുതൽ മെയ് 12 വരെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഈ സമ്മേളനം നടക്കുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. പരിയാരം കുരിശ് ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ചാലക്കുടി നിയോജകമണ്ഡല പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു. പരിയാരം മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. ഷീജ ജോർജ്, PD ലിസി, വർഗീസ്, ഡോൺ ബോസ്കോ, ഷിബു വർഗീസ് പെരേപ്പാടൻ, ബോണി വെളിയത്ത്, ജോർജ് മാർട്ടിൻ, ജിത്തു മാധവ്, സെബിൻ മാത്യു, ലീല സേവ്യർ, ഷീജ ജോയി, മേരി ജോസഫ് മണവാളൻ, മാത്യു എന്നിവർ പ്രസംഗിച്ചു. പിന്നീട് പരിയാരം, കപ്പേള ജംഗ്ഷൻ, പൂവത്തെങ്കിൽ എന്നീ പ്രദേശങ്ങളിലും കോർണർ മീറ്റിംഗുകൾ നടന്നു. 2020 പാർട്ടിയുടെ പ്രചാരണ പരിപാടികൾ അടുത്ത ദിവസങ്ങളിൽ തുടരും. പരിയാരം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പ്രധാന നേതാക്കളുടെ നേതൃത്വത്തിൽ സജീവ പ്രചാരണം നടത്തുമെന്നും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികൾ നിൽക്കുമെന്നും പ്രതിനിധികൾ പറഞ്ഞു. 2020 പാർട്ടി ഈ പഞ്ചായത്തിലേക്ക് ഭരണത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, ഈ ഒരു വാർഡിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടൊരു ധാരണ വരും. ഇനിയുള്ള ഒരു 6 മാസത്തിൽ പല പ്രാവശ്യം ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇതുപോലെ ഭരണ സന്ദർശനങ്ങളായിട്ട് സ്ഥാനാർത്ഥി നിർണയം ജൂൺ ജൂലൈ മാസത്തിൽ 2020 പാർട്ടി നടത്തുകയാണ്. അതിന് മുന്നായിട്ട് വാർഡ് തല കമ്മിറ്റി രൂപീകരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. ആരും ആരോടൊന്നും പറയാതെ മുക്കിലും മൂലയിലും നിന്ന് ചർച്ചകൾ ചെയ്യാം. ഇനി അവർക്ക് ഒരു ചർച്ച നമ്മുടെ 2020 എന്ന പാർട്ടി അവർക്ക് വേണ്ട ഉഗ്രമായ പ്രവർത്തനമായിട്ടാണ് 2020 പാർട്ടി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കോർണർ മീറ്റിംഗായിട്ട് പോയിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ ചെയർമാനായ 2020 ചെയർമാനും പിറ്റെക്സ് കമ്പനിയുടെ ഡയറക്ടറുമായ സാബുർ ജയിക്കിപ്പോ പറഞ്ഞത്, ഹിന്ദു മിഥോളജിയിൽ ഒരു കഥാപാത്രമുണ്ട്, ഭസ്മാസുരൻ. ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ നന്മയും ലക്ഷ്യമാക്കിക്കൊണ്ട് അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യവുമായി രൂപം കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് 2020. ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന കോർണർ മീറ്റിംഗിന്റെ ഉദ്ദേശം എന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പരിയാരം പഞ്ചായത്തിലും 2020 മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം അറിയിക്കുന്നതിനായിരുന്നു. പക്ഷെ നമ്മൾ പല ഈർക്കിലുകളായി കഴിഞ്ഞാൽ അതിനെ ഒടിക്കുകയോ വളയ്ക്കുകയോ ചെയ്യാൻ പോലും സാധിക്കില്ല. നമ്മളിപ്പോ ഈ 2020 പ്രസ്ഥാനം നമ്മൾ പലയിടത്തും കണ്ടു കിഴക്കമ്പലം വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം.
അതിനുവേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനുവേണ്ടി കാര്യങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു ഭരണം വേണം, നമ്മുടെ നാടിന് നന്മ ഉണ്ടാകണം. നമ്മൾ ഈ പരിയാരം പഞ്ചായത്തില് കിഴക്കമ്പലം പോലെയുള്ള വികസനം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമാണ് കിഴക്കമ്പലം പോലെ പരിയാരം പഞ്ചായത്താക്കാൻ പറ്റുള്ളൂ. അവിടെ മരുന്നുകൾക്ക് 50% മുതൽ അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൻ നേതൃത്വം നൽകുന്ന 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സായാഹ്ന രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആരുടെയെങ്കിലും പീഡന കഥകൾ പറയാനോ ഏതെങ്കിലും അഴിമതി കഥകൾ പറയാനോ ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ കഴിയുക വാങ്ങുന്നതല്ല. മറിച്ച് 4 പഞ്ചായത്തുകൾ ഭരിക്കുന്ന 2020 എന്ന പ്രസ്ഥാനം ഇതിനു മുൻപ് പലപ്പോഴും നാം ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട്. 2020 പോലെ ഒരു പ്രസ്ഥാനം നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നുവെങ്കിൽ കിഴക്കമ്പലം പോലെ നമ്മുടെ പഞ്ചായത്തിലും ഒരു സമൂലമായ മാറ്റം ഉണ്ടാകുമെന്ന്. ഇതുവരെ ഭരിച്ച എല്ലാ പഞ്ചായത്ത് ഭരണസമിതികളും ഓരോ പ്രാവശ്യം റോഡ് മുതൽ തോട് വരെ ഇലക്ട്രിസിറ്റി പോസ്റ്റ് മുതൽ എല്ലാ വർഷവും പേരിന് മാത്രം മെയിന്റനൻസുകൾ ചെയ്ത് എല്ലാ വർഷവും അത്തരം കലാപരിപാടികൾ മാത്രം ആവർത്തിച്ചാണ് വന്നിരുന്നത്. ഭരണത്തിന്റെ അവസാനം തൊട്ട് മുൻപത്തെ ഭരണസമിതി ബാക്കി വെച്ച 10-30 ലക്ഷം കടത്തിന്റെ കൂടെ അവരുടെ വകയായി ഒരു 10 ലക്ഷം കൂടെ എഴുതി ചേർത്തിട്ടാണ് അവർ പിരിഞ്ഞിട്ടുള്ളത്. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. പെൻഷൻ ഭവൻ ഹാളിൽ നടത്തിയ പരിപാടി സർവീസ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കഥാകൃത്ത് AK ശിവദാസൻ MT അനുസ്മരണ പ്രഭാഷണവും ഗായകൻ രാജൻ നെല്ലായി P ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി. T ബാലകൃഷ്ണ മേനോൻ, KK സോജ, KO പൊറിഞ്ചു, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, ഫ്രാങ്കോ G മഞ്ഞളി, PV ശാരംഗതൻ, TR അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. MTയുടെ കൃതികളെ ആസ്പദമാക്കി നടത്തിയ പ്രബന്ധ മത്സരത്തിൽ വിജയികൾക്കും P ജയചന്ദ്രൻ പാടിയ ഗാനങ്ങളുടെ ആലാപന മത്സരത്തിൽ വിജയികൾക്കുമുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തി. പോലെയുള്ള ശബ്ദത്തിൽ ആ പ്രകാശങ്ങളെല്ലാം മങ്ങിപ്പോയിരുന്നത് യാഥാർത്ഥ്യം. ആ പാട്ടുകളെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കണമെങ്കിൽ പാട്ടുപാടുകൾ തന്നെയാണ്. ഒരു പാട്ടുകാരനെ കിട്ടാവുന്ന ഏറ്റവും നല്ല അനുസ്മരണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ ആലപിക്കുകയാണ്. പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമാകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതവുമായി കൂട്ടിക്കെട്ടുമ്പോൾ, അല്ലെങ്കിൽ അവർ വന്നപ്പോൾ ഞാനങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷം ഉണ്ടായത് ഇവിടെയുള്ള ഏതാണ്ട് ഒട്ടുമിക്ക പേരും കുറച്ച് വനിതകൾ ഒഴിച്ച് ഏതാണ്ട് ഒട്ടുമിക്ക പേരും എനിക്ക് പരിചയമുള്ളവരാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളവരാണ്. വിവിധ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോഴും ഇടപെടുന്നവരാണ്. എൻ്റെ കൂടെ ജോലി ചെയ്ത റിട്ടയർ ചെയ്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ആലങ്കോട് വിലാസാണെന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തൊന്നുമില്ല. ജീവിതത്തിൽ ഓരോ കർഷകർ അടർത്തി മാറ്റി വയ്ക്കുക. ജീവിതത്തിൽ നിന്ന് ഓരോ കർഷകർ അടർത്തി മാറ്റി വയ്ക്കുക. ചിലപ്പോൾ ചെറിയ പേര് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നമുക്ക് അന്യമല്ലാതെ പോകും. MTയെ നോക്കുമ്പോ നമുക്ക് അന്യല്ല, നമ്മളെ കാണാൻ നമ്മൾ കണ്ട് പരിചയിച്ച മനുഷ്യർ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ, ഇതിനെയൊക്കെ നമുക്ക് MTയെ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കാം. MTയെ ഒരു തരത്തില്ലാതെ വെച്ചിരിക്കുക, കൃത്രിമത്വമില്ലാതെ എഴുത്താണ്. അപ്പുണ്ണിയോട് അമ്മ പറയാ, നമുക്ക് നോക്കൂ, ഒരു കാലഘട്ടത്തിന്റെ എനിക്ക് കേട്ടിട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യത്തിലേക്ക് കടന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ലൈബ്രറിയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലൈബ്രറിയെ കുറിച്ചും ഈ കൊടകരയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും രണ്ട് വാക്ക് ഉയർന്ന നേതാവെന്നുള്ളതിലേക്ക് അത് പറഞ്ഞാൽ, അതായത് ലൈബ്രറി അതിവിടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനു മുമ്പായിട്ട് ഇവിടെ ഇതിന് സ്വന്തമായിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുക. അതിന്റെ തീരുമാനത്തില് കേവലം ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഡേറ്റിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കും എന്ന് തീരുമാനിക്കുക. അത് പൂർത്തീകരിക്കുക. അതിലൂടെ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള സൗധം ഇവിടെ ഉണ്ടാക്കുന്നു. അതിലൂടെ നമ്മുടെ ബാങ്ക് ഇങ്ങോട്ട് മാറുന്നു, നമ്മുടെ ഓഫീസ് ഇവിടെ ആകുന്നു. അതോടൊപ്പം തന്നെ ഒരു ലൈബ്രറി, ഇന്ന് ഞാൻ ലൈബ്രറിയെ കുറിച്ച് പറയുമ്പോൾ അത് രണ്ട് വാക്ക് പറയാം. ഈ ഞാൻ പറഞ്ഞ 19 നൂറ്റാണ്ടുകളിലൊക്കെ
ഈ പുസ്തകങ്ങളൊന്നും വാങ്ങി വായിക്കാനൊന്നും ആളുകൾക്കില്ല. പക്ഷെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മുടെ ഗ്രാമീണ ലൈബ്രറികളിൽ പോയി പുസ്തകങ്ങൾ വാങ്ങി വായിച്ചു. ഇന്നിപ്പോ അതെല്ലാം പോയി ഒക്കെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായി മാറി നമ്മൾ. അത് സത്യമാണ്. പക്ഷെ അത്തരം ലൈബ്രറികളുടെ സ്വാധീനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കലാ സാംസ്കാരിക രംഗത്തുണ്ടായിരുന്ന അത്തരം ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇന്നും അതിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് വളരെ ശ്രമകരമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകർ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇവിടെ അന്ന് ഞാൻ ഇത്തരത്തിലുള്ള ലൈബ്രറി സെറ്റപ്പ് ചെയ്തു. ആ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ ബുക്കുകൾ കൂടുതൽ സമാഹരിച്ചു അംഗങ്ങളെ ചേർത്ത് ലൈബ്രറി കൗൺസിലുമായിട്ട് അതിന്റെ രജിസ്ട്രേഷനുള്ള നടപടികൾ പൂർത്തിയാക്കി നല്ല രീതിയിൽ ആ ലൈബ്രറി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. ഇപ്പോഴും ഇവിടെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇതിലേക്ക് ഇത്രയും 2000-ൽ പരം അംഗങ്ങളുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. അത് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം. അതാണ് ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ലൈബ്രറി തന്നെ ഇപ്പൊ എല്ലായ്പ്പോഴും എല്ലാ മാസങ്ങളിലും ഓരോ പരിപാടികൾ നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തില് ഈ ജില്ലയിൽ തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ 22 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഈ 22 ബ്ലോക്കുകളിലും വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് കേട്ടിട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കടന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ലൈബ്രറിയെ കുറിച്ചുള്ള 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലൈബ്രറിയെ കുറിച്ചും ഈ കൊടകരയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും 2 വാക്ക് സംഘടന ഉയർന്ന നേതാവുന്നതിലേക്ക് അത് പറയാം. അതായത് ലൈബ്രറി അതിവിടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനു മുമ്പായിട്ട് ഇവിടെ ഇതിന് സ്വന്തമായിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുക. അതിന്റെ തീരുമാനത്തില് കേവലം ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഡേറ്റിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കും എന്ന് തീരുമാനിക്കുക. അത് പൂർത്തീകരിക്കുക. അതിലൂടെ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള സൗധം ഇവിടെ ഉണ്ടാക്കുന്നു. അതിലൂടെ നമ്മുടെ ബാങ്ക് ഇങ്ങോട്ട് മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ കലാ സാംസ്കാരിക രംഗത്തുണ്ടായിരുന്ന അത്തരം ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇന്നും അതിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് വളരെ ശ്രമകരമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകർ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇവിടെ അന്ന് ഞാൻ ഇത്തരത്തിലുള്ള ലൈബ്രറി സെറ്റപ്പ് ചെയ്തു. ആ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ ബുക്കുകൾ കൂടുതൽ സമാഹരിച്ചു അംഗങ്ങളെ ചേർത്ത് ലൈബ്രറി കൗൺസിലുമായിട്ട് അതിന്റെ രജിസ്ട്രേഷനുള്ള നടപടികൾ പൂർത്തിയാക്കി നല്ല രീതിയിൽ ആ ലൈബ്രറി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. ഇപ്പോഴും ഇവിടെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇതിലേക്ക് ഇത്രയും 2000-ൽ പരം അംഗങ്ങളുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. അത് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം. അതാണ് ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ലൈബ്രറി തന്നെ ഇപ്പൊ എല്ലായ്പ്പോഴും എല്ലാ മാസങ്ങളിലും ഓരോ പരിപാടികൾ നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തില് ഈ ജില്ലയിൽ തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ 22 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഈ 22 ബ്ലോക്കുകളിലും വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ ആകർഷകമായിട്ട് പൊതുജനങ്ങളുടെ കൂടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ചത്തെ വിവാഹ ബുക്കിംഗ് 200 കടന്നു. ഇതോടെ ദർശനത്തിനും താലികെട്ട് ചടങ്ങിനും ദേവസ്വം പ്രത്യേക ക്രമീകരണമൊരുക്കും. വൈശാഖ മാസ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഭക്തർക്ക് സുഗമമായി ക്ഷേത്ര ദർശനവും സമയബന്ധിതമായി വിവാഹ ചടങ്ങുകളും നടത്താനാണ് ദേവസ്വം ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നത്. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 5 മണി മുതൽ കല്യാണങ്ങൾ നടത്തും. താലികെട്ടിനായി കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കും. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്രം കോയ്മമാരെ മണ്ഡപത്തിലേക്ക് അധികം നിയോഗിക്കും. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘങ്ങൾക്ക് നേരത്തെ എത്തി ക്ഷേത്രം തെക്കേ നടയിലെ പട്ടരക്കുളത്തിനോട് ചേർന്നുള്ള റിസപ്ഷൻ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി പ്രത്യേകം പന്തലിൽ വിശ്രമിക്കാം. താലികെട്ട് ചടങ്ങിന്റെ ഊഴമാകുമ്പോൾ ടോക്കൺ നമ്പർ പ്രകാരം ഇവരെ ക്ഷേത്രം സെക്യൂരിറ്റി വിഭാഗം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്കും അവിടെ നിന്നും കല്യാണ മണ്ഡപത്തിലേക്കും പ്രവേശിപ്പിക്കും. വരനും വധുവും കുടുംബാംഗങ്ങളും 4 ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ 24 പേർക്ക് പ്രവേശനം ഉണ്ടാകൂ. ക്ഷേത്രത്തിൽ ക്രമാതീതമായ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ പുലർച്ചെ നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. അനിയന്ത്രിതമായ തിരക്ക് ഉണ്ടാകുന്ന പക്ഷം ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിന് ദേവസ്വം ഏർപ്പെടുത്തുന്ന ദർശന നിയന്ത്രണങ്ങളോട് ഭക്തജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയനും അഡ്മിനിസ്ട്രേറ്റർ KP വിനയനും അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി.
പവന് 240 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ ശനിയാഴ്ചത്തെ വില 72,360 രൂപയാണ്. ഗ്രാമിന് 30 രൂപയാണ് വർദ്ധിച്ചത്. 9,045 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. സ്വർണ്ണവില 75,000 കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ഏപ്രിൽ 23 മുതൽ സ്വർണ്ണവില ഇടിയുന്നതാണ് കണ്ടത്. 22-ന് രേഖപ്പെടുത്തിയ 74,320 എന്ന റെക്കോർഡ് ഉയരത്തിൽ നിന്ന് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ 4,000 രൂപയാണ് താഴ്ന്നത്. തുടർന്ന് തിങ്കളാഴ്ച മുതൽ സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങി. എന്നാൽ വ്യാഴാഴ്ച 73,000-ന് മുകളിലേക്ക് ഉയർന്ന സ്വർണ്ണവില ഉച്ചയോടെ കുത്തനെ ഇടിയുന്നതാണ് പിന്നീട് കണ്ടത്. ഒറ്റയടിക്ക് 1,000-ലധികം രൂപയാണ് കുറഞ്ഞത്. തുടർന്ന് വെള്ളിയാഴ്ച ഉയർന്ന സ്വർണ്ണവില ശനിയാഴ്ച കൂടുകയായിരുന്നു. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് ഉയർന്ന നിലവാരത്തിൽ നിൽക്കാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ കേന്ദ്ര നിർവാഹക സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ രക്തനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ തിമ്പിൽ മാഗി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ബിജു തട്ടിശ്ശേരി അധ്യക്ഷനായി. ഡിവൈഎസ്പി PC ബിജുകുമാർ മുഖ്യ അതിഥിയായി. ജോഫ്രി കബ്രാൾ, എഡ്വേർഡ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. രക്തദാനം മഹാദാനം, അല്ലെങ്കിൽ ഒരു തുള്ളി രക്തവും ഒരു ജീവനെ രക്ഷിക്കും എന്നൊക്കെ നമ്മൾ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ രക്തദാനം മാത്രമല്ല, മറിച്ച് അതുപോലെ തന്നെ അവയവദാനങ്ങൾ നമുക്ക് മറ്റൊരു ജീവൻ കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആരോഗ്യരംഗം അത്രമാത്രം അതിൻ്റെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലെത്തിയിരിക്കുകയാണ്. മജ്ജ മാറ്റിവെക്കൽ, അതുപോലെ വൃക്ക ദാനം ചെയ്യൽ, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കണ്ണുകൾ ദാനം ചെയ്യും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹ്യ നന്മയുള്ള ഒരു പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അച്ഛനോട് പറഞ്ഞു, ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വളരെയധികം മുന്നൊരുക്കങ്ങൾ അതിന് ഈ പരിപാടിക്ക് ക്ഷണിച്ചത് വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ ഈ സ്ഥാപനത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. സ്ഥാപനത്തിൽ നേരത്തെ പണ്ടറിയാം, ഇവിടെ നാട്ടിലെല്ലാം ചേർന്ന് തീർത്ഥാടന കേന്ദ്രമാണ്. ആ ഒരു അറിവ് അറിയിച്ചതിൻ്റെ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, അതുപോലെ പറയുന്നത് ഈ പുണ്യപ്രവർത്തനം അവിടെ സാമൂഹ്യ നന്മ പ്രവർത്തിക്കുന്നു. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, എത്ര നശിച്ചു ഇന്നലെ SSI എന്ന് പറഞ്ഞ ആത്മഹത്യ എന്ന പ്രവണത വരെ നമ്മൾ കണ്ടിട്ടില്ല. നല്ല വാർത്ത കിട്ടിയില്ല എന്ന് പറഞ്ഞ കാര്യം. പക്ഷെ നമ്മൾ ആത്മഹത്യയുടെ കാര്യമോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഒരവസ്ഥയോ ഇല്ല. അത് ഉയർത്തെണീറ്റാണ് യേശുദേവനായി മാറിയത്. അപ്പോൾ ആ കുരിശിൽ ആണികൊണ്ട് നമ്മളെല്ലാവരും പല രീതിയിലാണ് അനുഭവിക്കുന്നത്. പല സാഹചര്യങ്ങളും നമ്മൾ രക്തദാനത്തിനായിട്ട് കുറച്ച് യുവാക്കളെ ഓർഗനൈസ് ചെയ്യുകയാണ്. ഒപ്പം ഇത്രയും നല്ലൊരു സാമൂഹ്യമായിട്ട് പാലിക്കാൻ കൃത്യമായിട്ട് കർത്തവ്യത്തിനായിട്ട് എത്തിയിട്ടുള്ള പുജിസാറ്, എൻ്റെ ഫ്രണ്ട് ശ്രീ സോണി, അതുപോലെ ഒരു ഫ്രാൻസിസ്കൻ വിശുദ്ധ സഹായം തേടി വരുന്നവരെ വിശുദ്ധൻ സഹായിക്കുമായിരുന്നു. വിശുദ്ധൻ പ്രാർത്ഥനാ സഹായം ഒക്കെ ചോദിച്ചു വരുമ്പോൾ വിശുദ്ധൻ ചെയ്തിരുന്നത് സഹായിക്കാൻ. നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം മലയാളം മാത്രമല്ല പറഞ്ഞത്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നമ്മുടെ ഉള്ളിലാണ് കപ്പാസിറ്റി ഉള്ളത്. നമ്മളത് പുറത്തോട്ട് കാണിച്ചാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ. കേന്ദ്ര നിർവാഹക സമിതിയുടെ നേതൃത്വത്തോടെ രക്തനിർണയ ക്യാമ്പും രക്തദാന ക്യാമ്പും ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഈശോയെ പറയുന്നത് സഹോദരന് വേണ്ടി ജീവൻ ത്യജിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ജീവൻ ചെയ്യുക, അവയവദാനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ജീവൻ 7 വർഷമാണ് ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള
ഈ രക്തദാന ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നത്. നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഇത്രയും വിൽപ്പനയ്ക്കായി എത്തിച്ച 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ എക്സൈസ് പിടികൂടി. പാലശ്ശേരി ജംഗ്ഷനിൽ എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത്. ഒഡീഷ സ്വദേശി ഫാരിൻ ബെലിയാർ സിംഗ് ആണ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. ഇയാളുടെ ബാഗിൽ നിന്ന് 2 കിലോ കഞ്ചാവ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായിരുന്നു എക്സൈസിന്റെ മിന്നൽ പരിശോധന. പിടികൂടുന്ന സമയത്ത് ലഹരിയിൽ ആയിരുന്ന പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ശ്രമിച്ചു. അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ ആലപ്പുഴ അരൂർ സ്റ്റേഷൻ പരിധിയിലും മുൻപ് കേസിൽ ഉൾപ്പെട്ടതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. പിടികൂടിയ കഞ്ചാവിന് 30,000-ലധികം രൂപ വില വരും. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ ബിജു, പ്രിവന്റീവ് ഓഫീസർ ട്രേഡുമാരായ കെ വി വിപിൻ ദാസ്, വി ബി രാജേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ആർ രാഹുൽ, പ്രദീപ് കുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ എസ് ആര്യ തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ഇയാള് നമ്മൾ അന്വേഷണം നടത്തിയത് ഇയാള് നവംബർ മാസത്തിൽ അരൂർ പോലീസ് സ്റ്റേഷനിൽ 2 കിലോളം കഞ്ചാവുമായിട്ട് പിടിച്ച് പുള്ളി ജാമ്യത്തിൽ ഇറങ്ങിയൊക്കെയാണ്. അപ്പം പുള്ളി ബെയിൽ കണ്ടീഷനിൽ ഇന്ന് അവിടെ ഒപ്പിടാൻ പോകേണ്ടതാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ പ്രകാരം നമ്മൾ പരിശോധിച്ച് വരുമ്പോഴാണ് അവനെ നമുക്ക് 2 കിലോ 42 ഗ്രാം കഞ്ചാവുമായിട്ട് പിടികൂടിയത്. അപ്പം പ്രതി ഇന്നിപ്പം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. തുടർന്നും കൂടുതൽ ഇതിന് പിന്നിലുള്ളവരെ കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ്. ഞങ്ങൾ അറിഞ്ഞത് ഇത് ഇവരുടെ ഒഡീഷയിലുള്ള ഇതിന്റെ ഗ്യാങ്ങിൽപ്പെട്ട ആരോ നിന്നാണ് ഇവൻ ഈ സാധനം വാങ്ങിയിട്ട് ഇത് വിൽപ്പനയ്ക്കായിട്ട് മറച്ചു വിൽക്കുന്നതിനായിട്ട് ഇവിടെ വാങ്ങി കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ പിടികൂടുന്നത്. നമ്മളെ കണ്ടുപോകും പെട്ടെന്ന് ഒരു ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് പോകാൻ നോക്കുന്ന കണ്ടപ്പോഴാണ് നമ്മളിതിനെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ കിട്ടുന്നത്. നമ്മളെ പിടിച്ച സമയത്ത് ഇവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് ആക്രമിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. ഇത് ലോക്കൽ ഏരിയയിൽ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നേക്കണം. ഇവനിത് 30,000 രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഒരാൾക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് നമുക്ക് ഇവനെ പിടികൂടുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. $15 ലിറ്റർ ചാരായവും 24 കുപ്പി മദ്യവുമായി ചായപ്പോഴി കുറ്റിച്ചിറ സ്വദേശികൾ അറസ്റ്റിലായി. കല്യാണ വീടുകളിലേക്കും വിരുന്നുകളിലേക്കും വൻതോതിൽ വാറ്റുചാരായം എത്തിച്ചു നൽകിയിരുന്ന ചായപ്പൂഴി മാങ്ങാടൻ വീട്ടിൽ 43 വയസ്സുള്ള സജീഷിനെയും കുറ്റിച്ചിറയിൽ നിന്നും അനധികൃത മദ്യവിൽപ്പന നടത്തിയ കുറ്റത്തിന് 24 കുപ്പി മദ്യവുമായി കുറ്റിച്ചിറ ചെറുപറമ്പിൽ മുകേഷിനെയുമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷും സംഘവും ചേർന്നാണ് സജീഷിനെ പിടികൂടിയത്. ചാലക്കുടി എക്സൈസ് അഡീഷണൽ ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തിലനും പാർട്ടിയും ചേർന്ന് മുകേഷിനെ പിടികൂടിയത്. സജീഷിൽ നിന്നും 15 ലിറ്റർ ചാരായവും വാറ്റുചാരായവും പിടികൂടി. ഇയാൾ കാലങ്ങളായി വനമേഖലയോട് ചേർന്ന് താമസിച്ച് വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ചാരായം വാറ്റ് നടത്തി വരികയായിരുന്നു. ചില്ലറ വിൽപ്പന നടത്താതെ മൊത്തമായി വിവാഹ പാർട്ടികൾക്കും മറ്റും വിരുന്നുകൾക്കും എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇയാൾ പിന്തുടർന്നിരുന്നത്. ഇത് മനസ്സിലാക്കിയ എക്സൈസ് സംഘം മഫ്തിയിൽ നിരീക്ഷിച്ചാണ് ചാരായ കൈമാറ്റം ചെയ്യാൻ പോകുമ്പോഴാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ നിലവിൽ വെള്ളിക്കുളങ്ങര പോലീസിലും ചാരായ കേസിൽ പ്രതിയാണ്. കേസെടുത്ത സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി എ ഷഫീഖ്, കെ എം അനിൽകുമാർ, ജെയ്സൺ ജോസ്, സി എ ജോഷി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി ആർ രാകേഷ്, അനീഷ് ചന്ദർ എന്നിവർ ഉണ്ടായിരുന്നു. പ്രതികളെ ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുറ്റിച്ചിറ ചായപ്പോഴി കേന്ദ്രീകരിച്ച റെയ്ഡുകൾ തുടരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. ദേശീയപാതയിൽ പേരാമ്പ്രയിൽ വാഹനാപകടം. ബൈക്ക് യാത്രികൻ മരിച്ചു. കൊടകര മടത്തിൻകര വീട്ടിൽ 57 വയസ്സുള്ള MK ഷാജിയാണ് മരിച്ചത്. അപ്പോളോ ടയേഴ്സ് ജീവനക്കാരനാണ്. ദേശീയപാതയിൽ പേരാമ്പ്രയിൽ അടിപ്പാതയുടെ നിർമ്മാണ സ്ഥലത്ത് അശ്രദ്ധമായി കിടന്നിരുന്ന സ്ലാബിൽ ബൈക്ക് കയറി ലോറിയുടെ പിൻചക്രത്തിനടിയിലേക്ക് തെറിച്ചു വരികയായിരുന്നു. സർവീസ് റോഡിൽ രാവിലെ 8:30 സംഭവം. തൃശൂർ ഭാഗത്ത് നിന്ന് ചാലക്കുടിയിലേക്ക് വരുന്ന റോഡിലാണ്. ബൈക്ക് മറിഞ്ഞതിനെ തുടർന്ന് പിന്നിൽ വന്ന ചരക്ക് ലോറി കയറി ഇറങ്ങിയാണ് മരണം സംഭവിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 157 പേർ കൂടി പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായതായി തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ച് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. മെയ് 27 തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
ക്ഷേത്രത്തിൽ ഞായറാഴ്ചത്തെ വിവാഹ ബുക്കിംഗ് 200 കടന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.